ആദ്യം തന്നെ ക്ലീമസ് തിരുമേനിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥനകളാണ് അർപ്പിക്കുന്നത്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ എനിക്കിവിടെ കൃത്യമായി 4 മിനിറ്റിനുള്ളിൽ നിർത്തിയൊരു സ്പീച്ച് ഒഫീഷ്യലായിട്ട് എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിഷ്കർഷിക്കുന്ന 3 മിനിറ്റിൽ അത് ഒതുക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഞാൻ ആംഗ്ലയം ഉപേക്ഷിച്ച് മലയാളത്തിൽ സംസാരിക്കുകയാണ്. മലയാളം മനസ്സിലാകാത്ത വൈദികരടക്കമുള്ളവർ ക്ഷമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ലീമസ് പിതാവുമായിട്ടുള്ള ബന്ധം ഞാൻ ഓർക്കുന്നത് അത് തുടങ്ങി വച്ച് തരുന്നത് വലിയ മെത്രോപ്പൊലീത്ത സ്വർഗീയനായ എൻ്റെ സ്വന്തം ക്രിസോസ്റ്റം തിരുമേനി അദ്ദേഹം കൂട്ടിച്ചേർത്ത് തന്ന ബന്ധമാണ് ഇത്. 90കളിലാണ്. ഒരുപക്ഷെ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു രാഷ്ട്രീയ ലാഞ്ചനയുമില്ലാതെ അന്ന് വാറിംഗ് ഗ്രൂപ്പ്സായിട്ട് നിന്നിരുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ഒരു ചാലക ശക്തിയായി വിഴിഞ്ഞത്ത് നിന്ന് തന്നെ എലിയാസും ലീനുമൊക്കെ നയിക്കുന്ന സൂര്യ ടി വിയിലുണ്ടായിരുന്ന അണിയറ എന്ന് പറയുന്ന പരിപാടി അത് തുടങ്ങുന്നത് 98 കാലഘട്ടത്തിലാണ്. അന്ന് ആ വാറിയർ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ ഹൃദ്യമായിട്ട് അന്ന് സ്വീകരിച്ച സുസാപാക്യം തിരുമേനിയെയും അന്ന് കട്ട സപ്പോർട്ടെന്ന് പച്ചമലയാളത്തിൽ പറയണം കൂടെ നിന്ന ക്ലീമസ് ബാവയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു, എപ്പോഴും ഓർക്കും എന്നതിന് തെളിവാണ്. വളരെ തിരക്ക് പിടിച്ച് വന്ന മുഖ്യമന്ത്രിയും ഓടിപ്പോകേണ്ടി വന്നു. ഇപ്പോൾ മുരളിച്ചേട്ടനും സംസാരിച്ച് ഓടിപ്പോകാൻ നിൽക്കുകയാണ്. എല്ലാവർക്കും ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകളുണ്ടെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് ഈ ബഹുമാന്യ സദസ്സിനെയാണ് ആദരിച്ചിരിക്കുന്നത്. ഈ സദസ്സിൻ്റെ പ്രാർത്ഥന എന്നും ശക്തിയായി ക്ലീമസ് ബാവ തിരുമേനിക്കുണ്ടാവണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കോഴിക്കോട് രൂപതയുടെ ചക്കാലക്കൽ അച്ഛനാണല്ലേ ആർച്ച് ബിഷപ്പ്, അദ്ദേഹം അത് ബ്ലാസ്ഫമി ആവരുതെന്ന് ക്ലീമസ് പിതാവ് ആഗ്രഹിച്ചെങ്കിലും ഞാനൊരു വിവിധ മതവിശ്വാസി എന്ന നിലയ്ക്ക് ഒരു കുഞ്ഞാടല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെയുമൊക്കെ ആഗ്രഹം തന്നെയാണ്. അതിനകത്തൊരു ബ്ലാസ്ഫമിയുമില്ല. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. എഴുതി അല്ലേ, പാറയിൽ കുത്തിവെച്ചിട്ടുണ്ട് ആരൊക്കെ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ആരൊക്കെയെന്ന് ഇപ്പോഴേ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു നാമമുണ്ടെങ്കിൽ നമുക്ക് KR നാരായണൻ സാറൊക്കെ രാഷ്ട്രപതിയായിരുന്ന സമയത്ത് കേരളത്തിൻ്റെ മക്കൾക്ക് ഓടിക്കയറാമായിരുന്നു രാഷ്ട്രപതി ഭവനിലേക്ക്. അതുപോലെ പേപ്പൽ ഓഫീസിലേക്കും ആ ഒരു എക്ലീസിയാസ്ട്രിയിലേക്കുമൊക്കെ നമുക്ക് മലയാളികൾക്ക് മതവും ഒന്നും നോക്കാതെ ഓടിക്കയറാനുള്ള ഒരു നാഥൻ അവിടെ ഉണ്ടാവാൻ അദ്ദേഹത്തെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവിധ നന്മകൾക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹം, നന്ദി, നമസ്കാരം.